സമ്പൽ സമൃദ്ധമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകളാണ് വിഷു ആഘോഷത്തിന്റെ കാതലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ ജീവിതത്തിൽ കാർഷിക വൃത്തിയെയും കർഷകനെയും പ്രധാനമായി കാണുന്നു എന്നതാണ് വിഷുവിനെ ഇതര ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ കാർഷിക സംസ്കൃതിയിലേക്കുള്ള വെളിച്ചമാവട്ടെ വിഷു ആഘോഷമെന്നും മുഖ്യമന്ത്രി വിഷുദിനാശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കർഷകന്റെ പ്രതീക്ഷയുടെ ഉത്സവമായ വിഷു നാടാകെ പ്രതീക്ഷയുടെ സന്ദർഭമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നവവത്സര ആരംഭമായി ആഘോഷിക്കുന്നതും ഈ ഘട്ടത്തെയാണ്. ചിലയിടങ്ങളിൽ വൈശാഖി എന്ന പേരിലും മറ്റു ചിലയിടങ്ങളിൽ ബിഹു എന്ന പേരിലും ഇനിയും ചിലയിടങ്ങളിൽ ഉഗാദി എന്ന പേരിലുമൊക്കെ വിഷു ആഘോഷിക്കപ്പെടുന്നു. എങ്ങും ഇത് കാർഷിക സമൃദ്ധിയുടെ ഉത്സവമാണ്. സാമൂഹ്യ ജീവിതത്തിൽ കർഷകനെയും കാർഷിക വൃത്തിയെയും കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്നത് തന്നെയാണ് ഇതര ഉത്സവങ്ങളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. വിഷു സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നാടൻ പാട്ട് തന്നെ വിത്തും കൈക്കോട്ടും എന്ന് തുടങ്ങുന്നതാണ്. വിത്തിനും കൈക്കോട്ടിനുമുള്ള പ്രാധാന്യം കാർഷിക വൃത്തിക്കുള്ള പ്രാമുഖ്യത്തെ തന്നെയാണല്ലോ ഉയർത്തിക്കാട്ടുന്നത്. കണികാണൽ സങ്കല്പത്തിനും പ്രാധാന്യമുണ്ടാവുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. നവധാന്യങ്ങൾ, ചക്ക, മാങ്ങ, വെള്ളരി തുടങ്ങിയവയാണല്ലോ കാണിക്ക വെക്കുന്നത്. വിളവിറക്കലിൻ്റേതായ ഘട്ടമാണ് വിഷു. വിളവെടുപ്പും സമൃദ്ധമാവുമെന്ന പ്രതീക്ഷയാണത് പങ്കുവെക്കുന്നത്. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യജനകമാണ് ഈ വിഷു ആഘോഷം. എല്ലാ മലയാളികൾക്കും ഹൃദയസ്പർശിയായ വിഷു ആശംസകൾ നേരുന്നു. സമൃദ്ധിയുടെ ഘട്ടമാവട്ടെ ഇത്. ഗോപൂർണ്ണത്തിൽ ജിമാർട്ട് വിഷു കൈനീട്ടം ഓഫർ. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ഇനി ഈ ചൂടുകാലം നമുക്ക് കൂളാകാം. AC-കൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഗോപൂർണ്ണത്തിൽ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.